ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അല്ലെ. തുടങ്ങുമ്പോൾ തന്നെ നന്ദേനെയാണ് കാണിക്കുന്നത്. ഷർട്ടിലെ കുങ്കുമക്കറ കണ്ട് നന്ദ കണ്ണ് തള്ളി നിൽക്കുകയാണ്. എവിടെ നിന്നാണ് ഇത് പറ്റിയത് എന്നൊന്നും നമ്മുടെ നന്ദയ്ക്ക് അറിയില്ല. അത് കുങ്കുമക്കറയാണോ എന്ന് സ്ഥിരീകരിച്ചുമില്ല. അതുപോലെ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ഗൗതമിനോട് ചോദിക്കുന്നു. ഉത്തരം മുട്ടി നിൽക്കുന്ന നമ്മുടെ ഗൗതമിന് എന്തു പറയണമെന്നറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നുണ പറയാൻ പറ്റുന്നില്ല. നന്ദയുടെ മുമ്പിൽ നുണ പറയാൻ പറ്റില്ല കേട്ടോ. കാരണം നന്ദയ്ക്ക് അത്രയധികം ഗൗതമിനെ മനസ്സിലാകും. അതുമല്ല, നമ്മുടെ നന്ദ ഗൗതമിന്റെ കണ്ണിൽ തന്നെ നോക്കിയിട്ട് പറഞ്ഞു, എന്തൊക്കെയോ സാർ എന്നിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണ് സാർ? സാറിന്റെ കണ്ണിലെ തിളക്കത്തിന്റെ ആ ഒരു കുറവ് കാണുമ്പോൾ എനിക്കറിയാം. സാറിന്റെ കണ്ണ് ഇങ്ങനെയല്ലായിരുന്നു. എന്നെ നോക്കുമ്പോൾ ഒരു പേടിയോ പരിഭ്രമമോ ഒന്നും മറക്കില്ലായിരുന്നു. സാർ എൻ്റെ മുമ്പിൽ ഒന്നുമില്ലാതെ വെറും ശൂന്യമായിട്ടാണ് നിന്നിരുന്നത്. പക്ഷെ ഇപ്പം സാർ അങ്ങനെയല്ല നിൽക്കുന്നത്. സാർ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്ലീസ് സാർ അത് പറയുക. ഏതായാലും നമ്മുടെ ഗൗതമിന് നന്ദയുടെ ഈ ചോദ്യമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സമാധാനവും കിട്ടുന്നില്ല. കാരണം ഇതുവരെ ഒന്നും മറച്ചിട്ടില്ല ഗൗതം നന്ദയിൽ നിന്ന്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം മറച്ചു വെക്കുന്നത്. ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും. അങ്ങനെ നമ്മുടെ ഗൗതം ഒരു മിനിറ്റ് നേരം നിലച്ചു നിൽക്കുകയാണ്. വീണ്ടും നമ്മുടെ നന്ദ, സാർ എന്തൊന്നും മിണ്ടാത്തത്? സാറിന് എന്താ പറ്റിയത്? സാറ് പറ. സാർ നേരത്തെ പറഞ്ഞല്ലോ സാർ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും നമുക്കിടയിൽ ഒരു മറയും ഇല്ലെന്നൊക്കെ. എന്നിട്ടും സാർ എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നത്. എനിക്കത് അറിയണം. എനിക്ക് എന്താണെന്ന് അറിയണം. പ്ലീസ് സാർ എന്നെ ഒന്ന് മനസ്സിലാക്ക്. സാർ പറ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, ഹേയ് ഒന്നുമില്ല നന്ദ, എന്താ ഒന്നും ഞാൻ മറയ്ക്കാൻ ശ്രമിക്കുന്നില്ല. ഞാൻ എന്ത് മറയ്ക്കാനാ തന്നിൽ നിന്ന്? പിന്നെ അറിയാലോ, അന്ന് അവിടെ ആക്രമണത്തിന്റെ ഇടയിൽ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ആ ഒരു സമയത്ത് എന്തൊക്കെയോ സംഭവിച്ചു. അപ്പൊ അതിനിടയിൽ എന്തെങ്കിലും പറ്റിയതായിരിക്കും എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടിട്ടും നമ്മുടെ നന്ദയ്ക്ക് അത്രയ്ക്ക് വിശ്വാസമൊന്നും വരുന്നില്ല. എങ്കിലും ഒരാളെ പ്രഷർ ചെയ്ത് ഇങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയിപ്പിക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. അതുകൊണ്ട് ആ പരിധി വിട്ട് നമ്മുടെ നന്ദയ്ക്ക് ഒന്നും ചോദിക്കാൻ കഴിയില്ല. നന്ദ 1, 2, 3 തവണ ചോദിച്ചു. ഗൗതം ഒന്നും പറയുന്നില്ല. എങ്കിലും നമ്മുടെ നന്ദയുടെ മനസ്സിൽ അതൊക്കെ ഇങ്ങനെ കിടന്ന് വ്രണപ്പെടുകയാണ് കേട്ടോ. ഇങ്ങനെ ഒരു സംശയം കയറി കഴിഞ്ഞാൽ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ അവർ ആ അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പം നന്ദ, എങ്കിൽ പിന്നെ സാറ് ഫ്രഷ് ആകും, ഞാനങ്ങ് പോകാം, സാറിന് ചായ എടുത്തോണ്ട് വരാന്നൊക്കെ പറഞ്ഞ് നന്ദ അങ്ങ് പോയി. പക്ഷേ നമ്മുടെ ഗൗതം ആ റൂമിൽ നിന്ന് വിയർത്തൊഴുകുകയാണ്. നമ്മുടെ ഗൗതമിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ഗൗതം ഒരു മിനിറ്റ് നേരം ആ ബാക്കിലേക്ക് ഇങ്ങനെ ആലോചിക്കുക, പുറകിലേക്ക് ഇങ്ങനെ ചിന്തിക്കുക. അന്ന് അവിടെ നടന്ന സംഭവങ്ങൾ, അന്ന് അവിടെ എല്ലാവരെയും വെടിവെച്ച് കൊന്നപ്പോൾ അവിടെ ഒരു സ്ത്രീ, അഖില എന്ന് പറയുന്ന ഒരു സ്ത്രീ മാത്രമാണ് രക്ഷപ്പെട്ടത്. അപ്പൊ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഈ ഒരു വെടിവെപ്പൊക്കെ കഴിഞ്ഞ് ഇവർ തിരിച്ചു കയറി പോകുന്ന സമയത്താണ് ഈ അഖിലേനെ കാണുന്നത് കേട്ടോ. അപ്പം അഖിലയോട് ഭർത്താവായ ആദിത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഒരു കാര്യം ചെയ്യണം, വേറൊന്നുമല്ല നീ ചെയ്യേണ്ടത്, നീ ഇവിടെ നിന്ന് നാട് വിടണം, വേറെ ഒന്നും നീ നോക്കണ്ട, ഇനി എന്നെ ഒന്നും നോക്കണ്ട, നീ ഇവിടുന്ന് എങ്ങനെയെങ്കിലും നാട് വിട്, നീ വേഷമൊക്കെ മാറണം എന്നൊക്കെ പറഞ്ഞ് വേഷമൊക്കെ മാറി ഒരു ഭണ്ഡാരക്കെട്ടൊക്കെ കെട്ടിയിട്ടാണ് പോകുന്നത്. ഭണ്ഡാരക്കെട്ടെന്നല്ല പറയുന്നത്, ഇങ്ങനെ ഒരു തുണിയൊക്കെ വെച്ച് കെട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ഗൗതമിന്റെ കണ്ണിൽ പെടുന്നത്. ഗൗതമിന്റെ കണ്ണിൽ പെട്ടപ്പോൾ തന്നെ ഗൗതമിന് ഈ രാത്രി ഒരു പരിചയമില്ലാത്തൊരു സ്ത്രീ ഇതിലെ പോകുന്നത് കണ്ടപ്പം, അതുമല്ല പരിചയമില്ലാത്ത സ്ത്രീ അല്ല കേട്ടോ, ഇവർ തമ്മിൽ ചെറിയൊരു പരിചയമില്ലാത്ത സ്ത്രീയല്ല, പരിചയമുണ്ട്. അപ്പം പോകുന്നത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ഗൗതം പെട്ടെന്ന് വിളിച്ചു. അഭിരാമി എന്നാണ് പേര്. അപ്പൊ അഭിരാമി എന്ന് വിളിച്ചു. അപ്പോഴത്തേക്കും അഭിരാമി എന്ന് വിളിച്ചപ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ അഖില തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും, നീ എന്താ ഇവിടെ എന്നിങ്ങനെ ചോദിച്ചപ്പം, അത് പിന്നെ ഞാനിവിടെ വന്നത്, ഇവിടെ കുറച്ച് തീവ്രവാദികളൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ സമൂഹത്തിന് ഇല്ലാതാക്കാൻ വേണ്ടി വന്ന കുറച്ച് തീവ്രവാദികളെ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ പോലീസാണ്, അതൊന്നും നീ അറിഞ്ഞില്ലേ, ഞാനിപ്പോൾ ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, അയ്യോ ഞാനത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. പക്ഷേ തന്നെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്, അഖില എന്ന് പറയുന്ന തന്നെയാണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അഭിരാമിക്ക് അറിയാം. പക്ഷെ അഭിരാമി ഒന്നും പറയുന്നില്ല. പക്ഷെ അവിടെ ആ ഒരു സമയത്ത് നമ്മുടെ അഭിരാമി അറിയുകയാണ്, വേറൊന്നുമല്ല അഭിരാമി അറിയുന്നത്, ബാക്കി എല്ലാവരെയും കൊന്നു എന്ന് ഗൗതമിന്റെ വായിൽ നിന്ന് തന്നെ വീഴുന്നു. ഗൗതമിന്റെ വായിൽ നിന്ന് തന്നെ ഇത് വീണപ്പം അവിടെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഖില തളർന്നു പോയി. തൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു, തൻ്റെ ഭർത്താവ് കൊല്ലപ്പെട്ടു എന്നറിഞ്ഞപ്പം ഒന്നും ഒന്നും ഇങ്ങോട്ട് വരുന്നില്ല, പറയാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ ഗൗതമാണെങ്കിൽ എങ്കിൽ പിന്നെ നീ പോവുകയാണല്ലോ എന്നോർത്ത് നടന്നു പൊക്കോളൂല്ലോ. ആ ഒരു സമയത്ത് അഖിലയ്ക്ക് അവിടെ അഭിരാമി എന്നാണ് അറിയത്തുള്ളൂ കേട്ടോ നമ്മുടെ
ഗൗതമിന്. അപ്പം പൊക്കോളൂല്ലോ എന്ന് ഓർത്തോണ്ട് എങ്കിൽ പിന്നെ ഞാൻ പോവുകയാണ്, ഒരാളെ മിസ്സിങ് ആയിട്ടുണ്ട്, അഖില എന്ന് പറയുന്ന ഒരു ക്യാപ്റ്റന് മിസ്സിങ് ആയിട്ടുണ്ട്, അപ്പം എനിക്ക് ഇത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം, ഞാൻ പോവാന്ന് പറഞ്ഞു. തളർന്നിരിക്കുന്ന നമ്മുടെ അഖിലയ്ക്ക് പിന്നെ എങ്ങോട്ടേക്ക് പോകണം, എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റില്ലാത്തൊരവസ്ഥ വന്നപ്പോഴത്തേക്കും ഗൗതം എന്നും പറഞ്ഞ് നമ്മുടെ ഗൗതം പോകാൻ തുടങ്ങിയപ്പം വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഗൗതം അന്വേഷിക്കുന്ന ക്യാപ്റ്റൻ അഖില അത് ഞാനാണെന്ന് പറഞ്ഞു. ഓട്ടനെ തോക്കെടുത്ത് നേരെ ചൂണ്ടി അഖിലേനെ കൊല്ലാനായിട്ട് തുടങ്ങിയപ്പം ഇതിനു വേണ്ടി തന്നെയാണ് ഞാൻ പറഞ്ഞത്, എന്നെ കൊല്ല്, എൻ്റെ ഭർത്താവ് മരിച്ചു, എൻ്റെ ഭർത്താവിനെ നിങ്ങൾ കൊന്നില്ലേ, പിന്നെ എന്തിനാ ഇനി ഞാൻ ജീവിച്ചിരിക്കണത്, എന്നെ കൊല്ലണം, എന്നെ കൊന്നിട്ട് പോ ഗൗതം എന്നിങ്ങനെ പറഞ്ഞു. പക്ഷേ ഗൗതമിന് കൊല്ലാൻ കഴിയില്ല, കാരണം നമ്മുടെ അഖിലയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. പെട്ടെന്ന് അങ്ങോട്ടാണ് നമ്മുടെ ഗൗതം നോക്കിയത്, പെട്ടെന്ന് അങ്ങോട്ടാണ് ഗൗതമിന് കണ്ണെത്തിയത്, ആ ഒരു ഗർഭിണിയായ നമ്മുടെ അഖില. അപ്പൊ അഭിരാമി നീ എങ്ങനെ ഇതിൽ വന്ന് അകപ്പെട്ടു എന്നിങ്ങനെ അഭിരാമിയോട് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ അതൊക്കെ എനിക്കിപ്പം പറയാൻ പറ്റുന്ന സാഹചര്യമല്ല, ദയവ് ചെയ്ത് എന്നെ കൊല്ലണം, എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പോകണം, ഭർത്താവില്ലാതെ ഈ കുഞ്ഞിനെയും പേര് ജീവിക്കാൻ എനിക്കിനി കഴിയില്ല, എൻ്റെ ആദ്യത്തിൻ്റെ കൂടെ എനിക്ക് പോകണം, എന്നെ കൊല്ലാൻ പറഞ്ഞു. ഏതായാലും കുറച്ചു നേരം നമ്മുടെ അഖില അവിടെ കിടന്ന് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി. നേരെ നമ്മുടെ അഖിലയുടെ വായൊക്കെ പൊത്തിപ്പിടിച്ചിട്ട് നീ മിണ്ടരുത്, നീ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ വന്ന പോലീസുകാർ നിന്നെ കൊല്ലുകയുള്ളൂ എന്ന് പറഞ്ഞ ആ ഒരു സമയത്ത് തന്നെ അഖില നേരെ തലകറങ്ങി വീഴുകയായിരുന്നു. അഖില നേരെ തലകറങ്ങി നേരെ ഗൗതമിന്റെ ചങ്കിലേക്ക് വീണു. അവിടെ നിന്നാണ് നമ്മുടെ ഗൗതം അഖിലേനെ രക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ അഖില എന്ന് പറയണ്ട, അഭിരാമി എന്ന് പറയാം. ക്യാപ്റ്റൻ അഖില മരിച്ചു കഴിഞ്ഞു, ഇനി അഭിരാമി മാത്രമേ ഉള്ളൂ. അങ്ങനെ അഭിരാമീനെ കൊണ്ടുപോയി ഒരു ഹോസ്പിറ്റലിൽ ആക്കുകയും അവിടെ എന്ത് ട്രീറ്റ്മെന്റ് ആണോ കൊടുക്കേണ്ടത് ആ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് സംരക്ഷിച്ച് ഒരു സേഫായ ഒരു സ്ഥലത്തേക്ക് മാറ്റുകയാണ് നമ്മുടെ ആര് ചെയ്യുന്നത്, ഗൗതം ചെയ്തത്. പക്ഷെ ഈ ഒരു സമയം നമ്മുടെ ഗൗതം ബാക്കിലേക്ക് ചിന്തിച്ചതാണ് കേട്ടോ, ബാക്കിലേക്ക് ചിന്തിച്ചു. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് പിങ്കി കയറി വരുന്നതും പിങ്കി ഗൗതം എന്ന് വിളിച്ചതും ഒരു ഒറ്റ ഞെട്ടായിരുന്നു. ഗൗതം ഞെട്ടിപ്പോയപ്പോ പിങ്കി ചോദിച്ചു, എന്തു പറ്റി ഗൗതമിന് ഇതെന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പം ഒന്നുമില്ല പിങ്കി. അല്ല പിങ്കി എന്താ ഇവിടെ? അല്ല ഞാൻ ഒരുപാട് പേടിച്ചു പോയി ഗൗതമിന് ഒരു കോളെങ്കിലും നന്ദനെ വിളിക്കത്തില്ലായിരുന്നു, ഒരു കോള് വിളിച്ചെങ്കിലും പറയത്തില്ലായിരുന്നോ, ഞാൻ എന്തുമാത്രം ടെൻഷൻ അനുഭവിച്ചെന്ന് അറിയാമോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഇതൊക്കെ ചുറ്റിപ്പറ്റി കണ്ടുകൊണ്ടാണ് നമ്മുടെ അർജുൻ അവിടെ ഉള്ളത് കേട്ടോ. അപ്പൊ അർജുൻ ഇതൊക്കെ ചുറ്റിപ്പറ്റി കാണുന്നുണ്ട്. അർജുൻ തന്റെ ഭാര്യനെ പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ച് തന്നെയാണ് നടക്കുന്നത്. തന്റെ ഭാര്യയാണെങ്കിൽ ഗൗതമിനെ ഉന്നം വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഗൗതം എവിടെയുണ്ടോ, ഗൗതം എന്തു ചെയ്യുന്നു, ഗൗതം കഴിച്ചോ, ഗൗതം ഉണ്ടോ, ഗൗതം ഉറങ്ങിയോ എന്നൊക്കെ ചോദിക്കണം. അപ്പൊ അവിടെ ചെന്ന് ചോദിക്കുന്നുണ്ട് ഗൗതം ഞാൻ പോയി കോഫി എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞപ്പോ വേണ്ട, നന്ദ പോയി കോഫി എടുത്തിട്ടുണ്ട്, നീ ഒരു കാര്യം ചെയ്യണം പിങ്കി, നീ ആദ്യം അർജുന്റെ കാര്യം നോക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പം എങ്ങനെയാണ് ഗൗതമിന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുന്നത്, ഇതെന്താണ് ഗൗതം ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പൊ പറഞ്ഞു, എടേ പിങ്കി നീ യാഥാർത്ഥ്യം മനസ്സിലാക്ക്, നീ ഞാനും നന്ദയും ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചു കഴിഞ്ഞു, ഇനി ഒരിക്കലും ഞങ്ങളെ പിരിച്ചു മാറ്റാൻ ആർക്കും കഴിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങളെ പിരിച്ചു മാറ്റാൻ ആർക്കും കഴിയില്ലായിരിക്കും, പക്ഷെ എൻ്റെ മനസ്സിൽ ഒരാൾക്കേ ഇടവുള്ളൂ, അതെന്നും ഗൗതം തന്നെ ആയിരിക്കും. പിന്നെ ദൈവത്തിന് പോലും നിങ്ങൾ ഒന്നിക്കുന്ന ഇഷ്ടമല്ലെന്ന് മനസ്സിലായില്ലേ, അതുകൊണ്ടല്ലേ ആ ശാന്തി മുഹൂർത്തം കഴിഞ്ഞ് നിങ്ങൾക്ക് ഒന്നിച്ച് ഒരു അന്തി ഉറങ്ങാൻ കഴിയാത്തത്, അതുകൊണ്ടല്ലേ. അതാ പറഞ്ഞത്, ദൈവം വരെ നമ്മുടെ സൈഡാണ്, നമ്മൾ ഒന്നിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി നിലക്കയത്തിൽ മുങ്ങി നിൽക്കുന്ന നമ്മുടെ ഗൗതമിന്റെ അടുത്താണ് വന്ന് ഈ വക സംസാരങ്ങളൊക്കെ സംസാരിക്കുന്നത്. പിങ്കിനെ ഓടിച്ചു വിട്ടോളാൻ പറഞ്ഞു, പിങ്കിയോട് പൊക്കോളാൻ പറഞ്ഞു പിങ്കിയോട്, അതുപോലെ പിങ്കിനെ ഓടിച്ചു വിട്ടു. അത്രയും ടെൻഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ ആ ഒരു സമയത്താണ് അങ്ങനെ നമ്മുടെ നന്ദയാണെങ്കിൽ വല്ലാത്ത വിഷമത്തോടു കൂടി നിൽക്കുന്നു, എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് എന്ന് നന്ദയ്ക്ക് മനസ്സിലായി. അങ്ങനെ ലക്ഷ്മി നന്ദയോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളെ, നിനക്ക് എന്താ ഒരു വിഷമം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ലമ്മേ, എന്താ ഗൗതമും മോളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ, അതോ ഇനിയിപ്പം ഗൗതം കമ്മീഷണർ സാറിനെ വിളിച്ചതിന് മോനെ വഴക്ക് പറഞ്ഞതുകൊണ്ടാണോ ഈ വിഷമത്തോടു കൂടിയൊക്കെ നിൽക്കുന്നത്, ഏതായാലും നമ്മൾ തീരുമാനിച്ച ആ ഒരു ഹണിമൂണ് അത് ഉടനെ തന്നെ നടത്തണം എന്ന് പറഞ്ഞു. ഏതായാലും ഈ ഹണിമൂൺ നടത്തണം എന്നൊക്കെ പറഞ്ഞ കാര്യം നമ്മുടെ പിങ്കി കേൾക്കുകയാണ്. പിങ്കിക്ക് ഇതുകൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ഒന്നും കൂടെ ഭ്രാന്ത് ഇളകാൻ തുടങ്ങുക. അപ്പൊ ഈ ഹണിമൂൺ എങ്ങനെയെങ്കിലും മുടങ്ങണമല്ലോ, അത് മുടങ്ങാതിരിക്കില്ല. നമ്മുടെ ഗൗതം ഇവിടെ നിന്ന് മുങ്ങാൻ പോവാണല്ലോ. ഗൗതം ഇവിടെ നിന്ന് മുങ്ങുന്നത് വേറെ ഒന്നും കൊണ്ടും അല്ല, അഖിലയുടെ സിറ്റുവേഷൻ കുറച്ച് പ്രശ്നത്തിലൊക്കെയാണ്. പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകാനും എടുക്കാനും വേറെ ആരുമില്ല, പോലീസുകാർക്ക് ഈ വിവരം അറിയില്ല.
അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അഖിലയുടെ പുറകെ പോകുന്നത്. പക്ഷേ ഗൗതം എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്നൊന്നും പറയുന്നുമില്ല. ഗൗതമിനെ പെട്ടെന്ന് കാണാതാകുന്നു, എവിടെയാന്ന് ഗൗതം അറിയില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമ്മുടെ നന്ദയ്ക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. അന്നത്തെ കുങ്കുമക്കറയും എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നതൊക്കെ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മുടെ നന്ദ എത്തിച്ചേരുന്നത്. അപ്പം ആ ഒരു സമയത്ത് നന്ദയ്ക്ക് താങ്ങും തണലുമായിട്ട് നമ്മുടെ പിങ്കി കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് വരുന്ന വഴിക്ക് കാണാനായിട്ട് സാധിക്കും. പിങ്കി കൂടെ തന്നെ ഉണ്ട്. പിങ്കിയുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്, പിങ്കിയുടെ ഉദ്ദേശം ഇനിയിപ്പം വേറെ വല്ലതും ആണോ എന്നൊന്നും അറിയില്ല. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അപ്പം ഇതൊക്കെ കൂട്ടി ചേർത്തുകൊണ്ടാണ് ഇന്നത്തെ ഒരു അടിപൊളി വിശേഷം വന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും മിസ് ചെയ്ത് കളയാതെ കാണുക. നമ്മുടെ ഗൗതമിന്റെ റൂട്ട് മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാവരും പറയുന്നത് പോലെ കഥയൊന്ന് ഇൻട്രസ്റ്റ് ആയിട്ട് വന്നു. അവർ രണ്ടുപേരും സ്നേഹിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദാ കിടക്കുന്നു, എല്ലാം നിലത്തിട്ട് ഉടച്ച മട്ടാണ്. അഖില എന്ന് പറയുന്ന കഥാപാത്രം കയറി വരണ്ടായിരുന്നു എന്ന് തന്നെയാണ് നിങ്ങളുടെ പ്രേക്ഷകരുടെയൊക്കെ അഭിപ്രായം. പക്ഷേ നമ്മുടെ റൈറ്റർ സാർ എഴുതുന്ന പോലെയല്ലേ കഥ മുന്നോട്ടേക്ക് പോകത്തുള്ളൂ, അതുപോലെയല്ലേ നമുക്കും പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അടിപൊളി വിശേഷമായിട്ട് കാണാട്ടോ. ഇതിനു മുമ്പ് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ നയനിയുടെയും ആദർശിന്റെയും കഥ ഇടാനും ഉണ്ട്. അത് നമ്മളൊരു 9:30 കൂടിയാണ് ഇടുന്നത്. അപ്പം എല്ലാവരും കാണണേ. കുറെ പേര് ഇപ്പൊ കാണാതിരിക്കുന്നുണ്ട്. നമ്മൾ കുറെ ദിവസം വീഡിയോസ് ചെയ്യുന്നില്ലായിരുന്നു നയനിയുടെയും ആദർശിന്റെയും ഒന്നും. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ പേര് കാണാതിരിക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും നമ്മുടെ കഥ കണ്ടുകൊണ്ടിരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കയറി കാണണം. നമ്മൾ എന്നും നയനിയുടെയും ആദർശിന്റെയും കഥയായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭദിനമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.